യുദ്ധം വികസിക്കുമ്പോൾ ആ യുദ്ധത്തെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നാലോചിക്കുന്നവരുടെ കൂട്ടത്തിൽ മാധ്യമ മുറികളുമുണ്ട്. യുദ്ധം എന്ന വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണ പോലും ഇല്ലാതെ, ഒരു എത്തിക്കൽ കാഴ്ചപ്പാടില്ലാതെ അത് റിപ്പോർട്ട് ചെയ്യുക, പരമാവധി ആളിപ്പടർത്തുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുക, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് നമ്മൾ പഹൽഗാം അറ്റാക്കിന് ശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ കൺഫെഡറേഷനിൽ തർക്കത്തിൽ അല്ലെങ്കിൽ ആ സംഘർഷത്തിൽ അത് കണ്ടതാണ്. എങ്ങനെയാണ് കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ പരിധി വിട്ട റിപ്പോർട്ടിംഗ് ആവേശത്തിലേക്ക് പോയത് എന്നത്. അതുകൊണ്ട് അപകടകരമായ പരിപാടി അവസാനിപ്പിക്കാൻ 4 ആഴ്ചത്തേക്ക് TRP തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട്. അതുകൊണ്ട് നന്നാവുമോ നമ്മുടെ ചാനൽ മുറികൾ എന്നാണ്. എഡിറ്ററിനോടൊപ്പം ചേരുന്നു. എഡിറ്റർ, സർക്കാർ നൽകുന്ന ഈ സന്ദേശം വളരെ ക്ലിയർ ആണ്. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം പരുവപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ മാധ്യമ മുറികളും എഡിറ്റർമാരും? നിഷാദ് പറഞ്ഞ ആ അഭിപ്രായമല്ല ഉള്ളത്. അതായത് ഇത് നന്നാക്കാൻ വേണ്ടി ഒരു നടപടി എടുക്കുന്നു എന്ന നിലയിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ വലിയ ശരിയാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നുകിൽ ഒരു തീരുമാനം എടുക്കുക. അതായത് ബാർക്ക് ഈ റേറ്റിംഗ് ഇതെല്ലാം തന്നെ എല്ലാ വിഷയങ്ങളിലും ഇതിനെ ഊതിപ്പെരിപ്പിച്ചും ഇതിനെ മോശമാക്കിയും ജനങ്ങളുടെ ഇടയിൽ സെൻസേഷനലൈസ് ചെയ്തുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു അത് ഈ ബാർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി, അതിലെ റേറ്റിംഗ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ബാർക്ക് എന്ന സംവിധാനം വേണ്ടെന്ന് വയ്ക്കുക, എല്ലാ കാലത്തേക്കും ഒഴിവാക്കുക. അല്ലാതെ ഒരു യുദ്ധം വരുമ്പോൾ മാത്രം അത് ഒരു 4 ദിവസത്തേക്ക് അങ്ങ് ഒഴിവാക്കി കളയാം, വാർ റൂമുകൾ നമ്മുടെ ന്യൂസ് റൂമുകളൊക്കെ നന്നാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. സംവിധാനം കൊണ്ടുവരുന്നുണ്ടെന്ന്. അതെ, ആ പുതിയ സംവിധാനം വരട്ടെ. ആ പുതിയ സംവിധാനം വന്നതിന് ശേഷം മാത്രം മതി നമുക്ക് ബാർക്കിന്റെ ഈ റേറ്റിംഗ് കണക്കാക്കുന്നത് എന്ന് വയ്ക്കുക. അതിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി അത് വരുമല്ലോ, മര്യാദക്ക് നിന്നാൽ പോലും ശാസ്ത്രീയമായി വരും. നമ്മൾ അനാവശ്യമായി ഈ ഒരു ബഹളം കൂട്ടണ്ട, അനാവശ്യമായി സെൻസേഷനലൈസ് ചെയ്യണ്ട. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇത് നിങ്ങൾ വാറിന്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നു, നാളെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്നു, അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത് തന്നെ വേണ്ടിവരില്ലേ? മറ്റൊരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ ബലാത്സംഗത്തിനിടയായി, നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ നിർഭയ കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇതേ പ്രശ്നമില്ലേ? അപ്പോൾ അന്നൊന്നും റേറ്റിംഗ് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഏത് സന്ദർഭത്തിനും ബാധകമാണിത്. വസ്തുതാപരമല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഏത് സന്ദർഭത്തിനും ബാധകമായതുകൊണ്ട് തന്നെ ബാർക്ക് എന്ന് പറയുന്ന സംവിധാനം പൊളിച്ചു പണിയുന്നത് വരെ അത് വേണ്ട എന്ന് വെക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് എന്റെ പക്ഷം. ഒറ്റ കാര്യം കൂടി, സർക്കാർ മുഖ്യമന്ത്രി എല്ലാ എഡിറ്റർമാരുമായി സംസാരിച്ചിരുന്നു ഇതിന്റെ ഇടയിൽ. കേരളത്തിൽ ആരും തന്നെ അതങ്ങനെ സെൻസേഷനലൈസ് ചെയ്യില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിന് ഇത് അത്രയധികം ബാധകമാകുമെന്ന് തോന്നുന്നില്ല. ഒരേ ഒരു മാധ്യമ സ്ഥാപനം ഒഴികെ